മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സലാത്ത് ചെല്ലാത്തതിനെ ക്ലിപ്പിട്ടിട്ട് ക്ലിപ്പിട്ടിട്ടോ അല്ലാതെ പ്രസംഗിച്ചോ ക്ലിപ്പില്ലാത്ത കാലത്തും പ്രസംഗിച്ചിരുന്നു. മുജാഹിദുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചൊല്ലാത്തവരാണ് മുജാഹിദുകൾ. അങ്ങനെയാണ് ഇവിടുത്തെ ഇതിന് സംഘാടകരായ പ്രവർത്തകർ സുന്നി പ്രവർത്തകർ വിശ്വസിക്കുന്നത്. എനിക്ക് അവരിൽ നിന്ന് സംസാരിക്കാൻ ഇടായത്. അപ്പൊ ഞാൻ പറയുന്നത് മുജാഹിദുകൾക്കെതിരെയുള്ള ഒരു ആരോപണമാണ്. അത് അതെ, അത് ശരിയല്ല. അത് സുന്നി പണ്ഡിതന്മാർ ചെല്ലും. മുഹമ്മദ് ആരോപണം തീരാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മുഖാമുഖത്ത് ചോദ്യം ചോദിക്കണം. അതിനുള്ള അവസരത്തിന് അത് കഴിഞ്ഞ് ചോദ്യം കഴിഞ്ഞെങ്കിൽ മാത്രം മൈക്കിലെടുക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മൈക്കിൽ എടുത്താൽ ഡിസർവ് ആവും. അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എടുത്താലും എന്താ നമ്മളെ പോലല്ലോ നിങ്ങൾ അതേമാതിരി ഇരിക്കും. ഞാൻ പറഞ്ഞത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടപ്പോൾ സദസ്സിൽ നമ്മൾ കേൾക്കില്ല എന്ന് വിചാരിക്കാം. പ്രാസംഗികർ തന്നെ ഇതേപോലെ ഉറക്കെ പറയാത്ത 20ഓളം ചുരുങ്ങിയത് 20ഓളം സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തില്ല, ഈ ഉസ്താദ് എന്നോട് പറഞ്ഞ പോലെ ഉറക്കെ ചെല്ലിയിട്ടില്ല. അതിനർത്ഥം സുന്നികള് സ്വലാത്ത് ചെല്ലണ്ട എന്ന് പറയുന്നവരല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരേട്ട സ്വലാത്ത് അങ്ങനെ ഒരു ആരോപണം നമ്മൾ തിരിച്ചങ്ങോട്ട് പറയാൻ പറ്റൂല. കാരണം ഇത്തരം ക്ലിപ്പുകൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്തു ഈ രീതിയിൽ ക്ലിപ്പ് ഇട്ടിട്ട് ചെയ്തു. അതിന് ആ വിവരങ്ങളെ ഈ സുന്നി അല്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. സുന്നി പ്രസ്ഥാന പണ്ഡിതനായ പേരോട് ഉസ്താദ് അടക്കം ഈ ക്ലിപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഈ കട്ടിങ്, അതായത് ഞാൻ ഇന്നിപ്പോ ഇങ്ങനത്തെ ചെയ്താലും അതേപോലെ കിട്ടുന്ന അതേ രീതിയിൽ ചെയ്തിട്ട് അതിൽ നിന്നും ഉസ്താദ് എന്തേ പറഞ്ഞിട്ടായാലും അതിൽ നിന്ന് അണികൾ മനസ്സിലാക്കുന്നത് മുജാഹിദുകൾക്ക് സ്വലാത്തില്ല. അത് ഇപ്പോഴുള്ള ആരോപണമാണ്. അത് നിങ്ങളുടെ ദുരാരോപണം മാത്രമാണ്. അതിനെ കുറിച്ച് ഒന്ന് പറയാം. ശരി. അപ്പൊ പറഞ്ഞത് റസൂലിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലാത്ത ഏത് ക്ലിപ്പ് ഏതോ ഇവിടെ ഇട്ടിരുന്നു. അപ്പൊ നമ്മുടെ പരിപാടിയിലും പലരും പറഞ്ഞപ്പോ ചൊല്ലിയിട്ടില്ല അല്ലെ. ഇവിടെ അല്ല, മൊത്തത്തില് ഇട്ടിട്ടില്ല എന്നാ പറഞ്ഞു. അതിന് മൊത്തത്തില് ഉറക്ക ചെല്ലാറില്ലെങ്കിലും രഹസ്യമായിട്ട് ഏത് എല്ലാവരും ചെല്ലാറുണ്ട്. ഇനി അഥവേ നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടി ഞങ്ങൾ പരിപാടി നിർത്തുമ്പോ 10 സ്വലാത്തും ചൊല്ലിയിട്ട് അത് ഉയർന്ന് ചെയ്ത പതിവ് അംഗങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആരോപണം ഇൻഷാ അല്ലാഹ് ഇല്ലായ്മ ചെയ്യാം. അതിന്റെ മറുപടി അതാ ഉസ്താദേ. അതിനർത്ഥം നിങ്ങൾ നന്നാകണം അഭിപ്രായം. അതല്ല ഇത് വെള്ളിയാഴ്ച രാവിലൊക്കെ ഒരു സ്വലാത്ത് തുടങ്ങുക. നമ്മളേതായാലും സ്വലാത്തിന് എതിരല്ലല്ലോ. ഞങ്ങളുടെ പള്ളിക്കൊക്കെ കണ്ടിട്ടില്ല വെള്ളിയാഴ്ച രാവിലൊക്കെ സ്വലാത്തുണ്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ ആയത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണല്ലോ. ഇപ്പൊ ഞങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളും വ്യാഴാഴ്ച രാവിലെ ഒരു സ്വലാത്ത് കേൾക്കാം. ഇതൊക്കെ ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും നിലക്ക് ഏതെങ്കിലും ഒരു രാവിലെ തുടങ്ങിയാണെങ്കിൽ ആ ആരോപണം ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ നിന്ന് ഇല്ലാതെയാവും. ഞാൻ എത്രേ പറയാനോട്. ഉസ്താദ് ഞാൻ ചോദിക്കുന്നത്, മുജാഹിദുകള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് സ്വലാത്ത് ചെല്ലാത്തവരാണ് എന്ന് പറയട്ടെ എന്നത് ശരിയല്ല എന്ന് മാറില്ല. ഈ സുന്നി പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും സുന്നി പ്രവർത്തകര് മുജാഹിദുകളെ കുറിച്ച് മനസ്സിലാക്കിയത് ഈ അടിസ്ഥാനത്തിലാണ്. അവർക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയാത്തവരാണ് എന്നുള്ളത്. അതിന് കാരണക്കാർ നിങ്ങളാണ്. നിങ്ങളെ എന്ന് ഉദ്ദേശിച്ചതല്ല, സുന്നി പ്രാസംഗികരായ പണ്ഡിതന്മാര്. അതൊന്നും ഇവിടെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള പ്രത്യേകം. അത് തിരിച്ചേണ്ട മാർഗം പറഞ്ഞ നിങ്ങൾ എപ്പോഴും സ്വലാത്ത് കേൾക്കാൻ തുടങ്ങിയത് തിരിച്ചു, അല്ലാതെ എങ്ങനെ തിരിയും? ഞാൻ ഒരു മിനിറ്റ് അതല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളിപ്പോ ഇവിടെ ഉള്ള ആളാ, നിങ്ങൾ ഈ നാട്ടുകാരനാ? നിങ്ങള് സെന്റർ ഓഫീസോ ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങള് സ്വലാത്ത് കേൾക്കാൻ തുടങ്ങിക്കളിയുന്നു. എന്താ പിന്നെ സ്വലാത്തിനെ എതിർക്കണോലാണെന്നുള്ള ആരോപണം പിന്നെ ഉണ്ടാവില്ലല്ലോ. അതിനുള്ള മാർഗം അത്രയോ. ഈ സംഗതി ചെയ്യാത്തതിന് അവര് സ്വലാത്ത് ചെല്ലാത്തവരാണ് എന്ന ആരോപണം വരികയും മാത്രമല്ല, പിന്നെ സുന്നി പ്രവർത്തകർ മുജാഹിദുകളെ കുറിച്ചിട്ട് അവർ സ്വലാത്ത് ചെല്ലവരാണ്, അല്ലാതെ ഉറക്കെ ചെല്ലാത്തവരാണെന്ന് പോലല്ല, സ്വലാത്ത് ഇല്ലാത്തവരാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കുന്നത് ശരിയല്ല അല്ലേ? അത് കേൾക്കാത്തത് കൊണ്ടാണ് അവർ സ്വലാത്ത് ചെല്ലാത്തത് എന്നുള്ളത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറയാം, ഈ സദസ്സ് ഇപ്പൊ ഇന്നത്തെ ഈ പ്രസംഗം അത് എടുത്താല് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉസ്താദ് തന്നെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലിട്ട് ഇതേപോലെ ഉറക്കെ സ്വലാത്ത് ചെല്ലിയിട്ടില്ല. അതെന്താന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ വാദം അതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ, സംസാരത്തിലുള്ള ഇതാണ് എന്നാണ്. അതുപോലെ മുജാഹിദ് പ്രാസംഗികർക്കും എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. അതിനർത്ഥം ഇപ്പൊ ഞാൻ ഈ ആരോപണം തിരിച്ചുപെടുത്ത പരിപാടിന്റെ അടിസ്ഥാനത്തിൽ സ്വലാത്ത് അല്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ ആരോപിച്ചാലോ അത് ശരിയാവില്ലല്ലോ. അത് ശരിയാവില്ലല്ലോ. അപ്പൊ ഈ സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ച് ഏതില്ല, ഓൾക്ക് അതിന് എതിർപ്പൊന്നുമില്ല. ഞങ്ങൾ സ്വലാത്തി അല്ലാതെ ഏതില്ല, ഞങ്ങൾ സ്വലാത്തി ചെല്ലുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് പേര്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി 10 സ്വലാത്താണ് ചെല്ലുക, ഉറക്കണം ചെല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു മൈക്കി ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ എന്നും ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീങ്ങുകയും ചെയ്യും. പിന്നെ ഒരു ഉസ്താദ്മാരും അത് പറയില്ല. അതാണ്